നിലമ്പൂരിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. ഇപ്പോൾ PV അൻവർ പറയുന്നു ഞാൻ എന്തായാലും UDF ലേക്കില്ല, പക്ഷേ 2-ാം തീയതിക്കകരം UDF ലേക്ക് എടുക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുമെന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു. സ്വരാജ് എൻ്റെ അടുത്ത സുഹൃത്താണെന്നും അൻവർ പറയുന്നു. എന്നാൽ പിണറായിസത്തിൻ്റെ വക്താവാണ്, നേതാവാണെന്നും സ്വരാജിൻ്റെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്വരാജിൻ്റെ കൂടെ നിൽക്കുകയാണ് അൻവർ എന്ന് ചിന്തിക്കാവോ? അതല്ല UDF ലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എടുത്ത് നിൽക്കുമോ? ഇനി ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അല്ലേ, കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് വാർത്തകളിൽ നിന്ന് തന്നെ PV അൻവർ പുറത്താക്കപ്പെട്ടിരുന്നു. അത് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് രാവിലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയും അതിൽ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാചകം എന്ന് പറയുന്നത് അധിക പ്രസംഗം നിർത്തില്ല, ആരെയും കണ്ടിട്ടല്ല ഞാൻ രാജിവെച്ചത്, പിണറായിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടരും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് M സ്വരാജ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. UDF ലേക്ക് അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞാൽ UDF പുറത്തു നിൽക്കും എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടത്തിയ പത്രസമ്മേളനങ്ങളിലും അതേപോലെ വാർത്തകളിലുമൊക്കെ അൻവർ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് അൻവർ UDF ജയിപ്പിച്ച് CPM തോൽപ്പിച്ച് പിണറായിസത്തെ തോൽപ്പിക്കും എന്നതാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് പക്ഷേ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അൻവർ മാറി നിൽക്കുന്നു, അൻവറിന് ഇഷ്ടമുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, അല്ലെങ്കിൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അങ്ങനെയൊക്കെ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? UDF കുറേയധികം വോട്ടുകൾ അൻവർ മാന്തിക്കൊണ്ടുപോകും. അങ്ങനെ മാന്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ LDF കിട്ടേണ്ട മുഴുവൻ വോട്ടുകളും ശേഖരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഏറ്റവും ദൃഢമായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ LDF അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല, നേരത്തെ തന്നെ അവർ വളരെ കൃത്യമായിട്ട് ചെയ്യാവുന്ന വർക്കുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. അവരുടെ വോട്ടുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് ഇൻടാക്റ്റായിട്ട് വെച്ച് ഉള്ള പ്രവർത്തനമാണ്. അൻവർ രാജിവെച്ചിറങ്ങിയ അന്ന് മുതൽ CPM തുടർന്നിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് അവിടെ നടക്കും. പിന്നെ അൻവർ ഫാക്ടർ, അൻവറിനൊപ്പമുള്ള ആളുകൾ, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പോരാളികൾ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് UDF നിന്നാൽ മാത്രമാണ് LDF തോൽപ്പിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ UDF ലേക്കില്ല, UDF എൻ്റെ വിശ്വാസം സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രഖ്യാപനത്തിൽ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? ഇയാൾ UDF സഹായിക്കില്ല എന്നല്ല മനസ്സിലായി. ഇയാൾ UDF സഹായിക്കില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ UDF എതിരെ മത്സരിക്കും എന്ന് തന്നെയാണ്. എന്നാൽ ഞാൻ മത്സരിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡമ്മി ആയിരിക്കും മത്സരിക്കുക. അദ്ദേഹത്തിൻ്റെ ഡമ്മി എന്ന് പറയുന്നത് വേണമെങ്കിൽ എന്താണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു സ്ഥാനാർത്ഥി വരാം. പക്ഷെ ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ വരാൻ സാധ്യത വിരളമാണ് എന്നാണ്. SDPI ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും. ആ SDPIക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അൻവറും അൻവറിൻ്റെ സംഘങ്ങളും നൽകും. അത് വളരെ കൃത്യമായിട്ടുള്ള കോമ്പാക്റ്റ് പ്രോസസ്സായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ UDF വളരെയധികം വോട്ടുകൾ ആ വഴിക്ക് ചലിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചലിച്ചു പോയി കഴിഞ്ഞാൽ UDF പരാജയപ്പെടും. ഇപ്പോൾ UDF പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അൻവർ ആരെ വിജയിപ്പിക്കപ്പോൾ? അപ്പം പിണറായിസത്തിന്റെ നേതാവാണ് സ്വരാജ് എന്ന് പറഞ്ഞാൽ ആ സ്വരാജിനെ വിജയിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേരും. അതെ, മാത്രമല്ല സ്വരാജിന് വലിയൊരു ആരാധക വൃന്ദമുണ്ട്, വലിയ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ അൻവർ എടുക്കുന്ന നിലപാടുകൾ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും വളരെ നിർണായകമാണെന്ന് പറഞ്ഞൂടെ? അൻവറിൻ്റെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണല്ലോ സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 2 ദിവസത്തിനുള്ളിൽ അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കി UDF മാറ്റിയേക്കും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പിൽ UDF ജയിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. മറ്റെല്ലാം മാറി. അതായത് പൊതുവെ നമ്മൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നോക്കും സമയത്ത് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന സർക്കാരിനോട് ഉള്ള എതിർപ്പ് പ്രകടമാക്കാനായിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരവസരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം പ്രകടമാക്കാനായിട്ട് സൗകര്യപ്പെടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. അതിലൂടെ ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ട് വരികയും അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് സാധാരണ ഉപതെരഞ്ഞെടുപ്പുകൾ സംഭവിക്കുന്നത്. ഇവിടെയും നമ്മളത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് പ്രതീക്ഷിച്ച സ്ഥലത്താണ് അൻവർ അതിനെ എന്ത് ചെയ്ത് ഓവർ ടെസ്റ്റ് നടത്തി യഥാർത്ഥത്തിൽ പിണറായിയെ തന്നെ ജയിപ്പിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പിണറായിസത്തെ ജയിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നുവെച്ചാൽ LDF വിജയവും പരാജയവും LDF വോട്ടുകൾ മാത്രം ആശ്രയിച്ചല്ല നിൽക്കുന്നത്, എതിരാളികൾക്ക് കിട്ടുന്ന വോട്ടിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതായത് LDF വോട്ടുകളെല്ലാം UDF കിട്ടുന്നൊരു സാഹചര്യം വന്നാൽ മാത്രമാണ് UDF ജയിക്കുകയുള്ളൂ.
പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷം നമ്മൾ പരിശോധിച്ചാൽ അതിനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. ഇന്ന് അൻവർ ആഞ്ഞടിച്ചിരിക്കുകയാണ് ശരിക്കും UDF-നെതിരെ. UDF-ലെ എല്ലാ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു VD സതീശനാണ് എന്നെ UDF-ലേക്ക് എടുക്കാത്തതെന്നും VD സതീശൻ കാരണമാണ് ഈ ഇലക്ഷൻ അവർ തോക്കുന്നതെന്നുള്ളൊരു ധാരണ വരുത്താൻ അൻവറിന് ഇന്ന് സാധിച്ചു. അങ്ങനെയാണെങ്കിൽ SDPI കൂടി കളത്തിലേക്ക് ഇറക്കിയാൽ ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് നടക്കില്ലേ? തീർച്ചയായിട്ടും SDPI ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൻവറിൻ്റെ കണ്ണ് SDPI വഴി UDF-നെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. SDPIയുടെ സ്ഥാനാർത്ഥിയെ തീർച്ചയായിട്ടും ഇവർ നിർത്തും. അവർക്ക് SDPI നിർത്തിയാൽ SDPIയുമായി ബന്ധപ്പെട്ട എല്ലാ വോട്ടുകളും അവർക്ക് തന്നെ കിട്ടും. അതിൽ ഒരൊറ്റ വോട്ട് പോലും UDF-ന് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDPIയും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ UDF-നെ നല്ല രീതിയിൽ സഹായിച്ചിരുന്നു എന്ന് പിന്നീട് വാർത്ത വന്നതാണ്. അത് അവർ അംഗീകരിക്കുകയും ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു നിലപാടില്ല. കാരണം SDPIയുടെ നിലപാട് ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്? അൻവറുമായി ബന്ധപ്പെട്ട് നിൽക്കുക. അൻവറിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്വാധീനമുള്ളത് SDPIയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവർ അൻവറിനെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്ഥാനാർത്ഥി വരുന്നു. ആ സ്ഥാനാർത്ഥി വരികയും അൻവറിനൊപ്പം നിൽക്കുന്ന ആളുകളെല്ലാം അതിൻ്റെ കൂടെ പോവുകയും ചെയ്താൽ UDF-നെ തോൽപ്പിക്കും. UDF-നെ തോൽപ്പിക്കുന്നത് ഒരു പാഠമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സതീശനാണ് അതിന് ഉത്തരവാദി എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡ് അവിടെ ഉണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അൻവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് അല്ലേ? ഒരു കാരണവശാലും ജയിക്കരുത് എന്നുള്ളത് അല്ല. അൻവറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൻവർ ആദ്യമേ തന്നെ രാജിവെക്കുന്ന സമയത്ത് UDF-നോട് പറഞ്ഞ കാര്യം അവിടെ BS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം. BS ജോയി എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. ഒപ്പം അവിടുത്തെ മലയോര കർഷകരുടെ ഒരു രാഷ്ട്രീയ വക്താവ് കൂടിയായി അദ്ദേഹം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുന്നത് ഇയാൾ രാജിവെക്കുന്ന സമയത്ത് ഉടനെ തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു അന്തരീക്ഷം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് അവരുടെ സെക്രട്ടറി KPC സെക്രട്ടറി ആണല്ലോ ആര്യൻ ഷൗക്കത്ത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാതെ BS ജോയി എന്ന് പറയുന്നത് അവരുടെ ജില്ലാ പ്രസിഡൻ്റാണ്. ശരിയാണ്. പക്ഷേ ജോയിയേക്കാൾ കൂടുതൽ ഈ സാഹചര്യത്തിൽ ആര്യൻ ഷൗക്കത്ത് പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എത്തി. കാരണം ആര്യൻ ഷൗക്കത്തുമായിട്ട് ഇടതുപക്ഷം സംസാരിച്ചിരുന്നു. നിനക്ക് അവിടെ സീറ്റിൽ ഞങ്ങളിവിടെ സീറ്റ് തരും. അത് ശരണ്യെ ചൂണ്ടിയാണ് പറഞ്ഞത്. നീ ശരണ്യൻ്റെ ആരും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ LDF-നെ എന്ത് പറഞ്ഞാലും വിശ്വാസ്യത എന്ന് പറയുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല. വാക്കുപാലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അത് പരിപാലിക്കും. ശരണ്യൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ശരണ്യോട് പോരാൻ പറഞ്ഞു, വന്നു സ്ഥാനാർത്ഥിയാക്കി. അതിനുശേഷം പിന്നീട് അലഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടക്കണ്ടെന്ന് പറഞ്ഞ് സ്ഥിരമായൊരു ജോലിയെ കൊടുത്ത് ക്ലീനാക്കി ശരണ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ഇത് മറ്റുള്ളവർക്കൊക്കെ ഒരു പാഠമാണ് അല്ലേ? KV തോമസ് എന്ന് പറയുന്ന ഒരു ആർത്തിപ്പണ്ടാരത്തിനെ ഇതുവരെ ചുവന്നു നടക്കുന്ന നമുക്ക് കാണാം. ആ വാക്ക് പറയുന്ന വാക്ക് എന്ത് ചെയ്യുന്നു? പാലിക്കുന്നു. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒന്നുമില്ല. ഇത് ഇപ്പോൾ മാത്രമുള്ള ഒരു കാര്യമില്ല. പണ്ട് വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, വെല്ലിംഗ്ടൺ. ആ വെല്ലിംഗ്ടൺ എന്നും എക്കാലത്തും CPM എന്ത് ചെയ്തു? CPMൻ്റെ കൂടെ കൊണ്ടു നടന്നു എന്നുള്ളതാണ്. CPMൻ്റെ കൂടെ അദ്ദേഹം വന്നു. ആ വന്നതിന് അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തിന്, അതായത് CPMലുള്ള വിശ്വാസത്തിന് ഉറപ്പ് പാലിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ടിങ്ങനെ അദ്ദേഹം കൊണ്ടു നടക്കുകയും അവസാനം വരെയും അദ്ദേഹം CPMനൊപ്പമായിരുന്നു എന്ന് നമുക്കറിയാം. TK ഹംസരായർ എല്ലാവരുടെയും എങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്ന് അൻവർ മാത്രമാണ് ആ രീതിയിലല്ലാതെ പോയത്. ശരിക്കും പറയുമ്പോൾ ഈ നിലമ്പൂരിലെ CPMനും നിലമ്പൂരിലെ UDF-നും മനസ്സിലാകാത്തത് അൻവർ എന്ത് നിലപാടെടുക്കുമെന്നാണ്. കാരണം അൻവറിൻ്റെ നിലപാട് ഒരുപക്ഷെ CPMനെ വിജയത്തിലേക്ക് നയിക്കാം, അതേ നിലപാട് UDF-നെ വിജയത്തിലേക്ക് നയിക്കാം. അപ്പോൾ SDPI കളത്തിലിറക്കി ഇരു കൂട്ടരെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കാനും ആരെ വിജയിപ്പിക്കണമെന്ന് അൻവർ തീരുമാനിച്ച് അതിനെതിരെ തന്ത്രം നീക്കാനും അയാൾക്ക് കൃത്യമായിട്ട് കഴിയില്ലേ? അല്ല, അൻവർ ഇപ്പോൾ ഇന്നലെ അൻവർ നിശബ്ദനായിരുന്നു. അതെ. കാരണം അൻവറിൻ്റെ കൈയും കാലും UDF തല്ലിയൊടിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. ഇന്ന് രാവിലെ ആ കൈയും കാലും തല്ലിയൊടിച്ച് അൻവർ എഴുന്നേറ്റ് നിന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ UDF-ലേക്കില്ല, UDF-ലേക്ക് എനിക്ക് വിശ്വാസമില്ല. കാരണം M സ്വരാജ് എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി LDF-ൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ മത്സരം കടുക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലാതെ അങ്ങനെ വളരെ ശക്തമായൊരു മത്സരം നടക്കുമ്പോൾ ആ മത്സരത്തിൽ ഓരോ വോട്ടിനും പ്രാധാന്യമുണ്ട് എന്ന് കൃത്യമായിട്ട് വളരെ കൗശലക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയ, എല്ലാത്തരം അവസരവാദ രാഷ്ട്രീയത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന, തൻ്റെ സ്വകാര്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന അൻവർ നമ്മൾ അങ്ങനെ കണക്കാക്കണം. അൻവർ ചെറിയ ഒരു മീനല്ല എന്നുള്ളത് മനസ്സിലായി. ആ അൻവർ ഈ അവസരത്തെ കൃത്യമായിട്ടുള്ള രീതിയിൽ മുതലെടുക്കുകയാണ് ചെയ്തത്.
എന്നിട്ട് UDF വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ചുണയുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് തിരഞ്ഞെടുപ്പ് മത്സരിച്ച് നോക്കും, ഞാനില്ല നിങ്ങളെങ്ങനെ ജയിക്കും എന്ന് നിങ്ങൾ അന്വേഷിക്കാനും. ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അൻവർ UDF വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്, ശരിപ്പെടുത്തും നിങ്ങളെ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? നേരത്തെ നമുക്കറിയാം ഇദ്ദേഹം ഈ അഹങ്കാരത്തിൻ്റെ കൈയും വാലും വെച്ച് നടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അത് അദ്ദേഹം പലവട്ടവും പറയുന്നുണ്ട് പലരെക്കുറിച്ചും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF എനിക്ക് പ്രവേശനം എന്ന് പറയുന്നത് UDF ആണ് വാഗ്ദാനം ചെയ്തത്, ഞാനല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ UDF പിന്നാലെ നടക്കുകയല്ല ചെയ്തത്. UDF എന്നെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് കഴിഞ്ഞ 5 മാസക്കാലമായിട്ട് UDF എന്താ ചെയ്തത്? എന്നെ വാലിൽ കെട്ടി കറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറിയ പ്രവർത്തിച്ച ഇവരെ ഒരു പാഠം തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇവർ പാഠം പഠിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചാൽ അയാളുടെ ഈ തെരഞ്ഞെടുപ്പ് രാജിയുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് MLA താൻ രാജിവെച്ച് എന്തിനാണ്? പിണറായി സത്തെ തകർക്കാൻ. പിണറായി സത്തെ തകർക്കാൻ ഇറങ്ങി തിരിച്ച ആൾക്ക് അവസാനം സതീശന് സത്തെ തകർക്കേണ്ടി വരുമ്പോൾ വിജയിക്കുന്നത് ആരായിരിക്കും? പിണറായി ആയിരിക്കും. അതെ, അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ UDF ഏതെങ്കിലും തൊഴുത്തിലോ അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് വരെ എന്നൊക്കെ പറയും, അവിടെ എവിടെയെങ്കിലും അയാളെ കെട്ടിയില്ലെങ്കിൽ UDF കാര്യം കട്ടപ്പുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.